അടുത്തൊരു പ്രോബ്ലം നമ്മൾ സ്വിച്ച് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. യു ഹാവ് ടു റീഡ് ടു ഇൻറ്റിജർ വാല്യൂസ് ദി നെയിം ആസ് num1 ആൻഡ് num2. രണ്ട് ഇൻറ്റിജർ വാല്യൂ നമ്മൾ യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം. ആ വേരിയബിളിന്റെ നെയിം num1 ആൻഡ് num2 ആൻഡ് റീഡ് വൺ ക്യാരക്ടർ നെയിം, അതായത് വൺ ക്യാരക്ടർ നെയിം ആസ് എ ഓപ്പറേറ്റർ. നമുക്കറിയണ്ടേ അഡീഷൻ ആണോ അതോ സബ്ട്രാക്ഷൻ ആണോ അതോ ഡിവിഷൻ ആണോ അതോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ചെയ്യേണ്ടത് മനസ്സിലാവണ്ടേ. അതിന് നമ്മളൊരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാം. You write a code to perform arithmetic operations plus, minus, multiplication, division. Multiplication നമ്മൾ x ആണ് യൂസ് ചെയ്യുന്നത്. അഡീഷൻ പ്ലസ് ഐക്കൺ, ഇത് മൈനസ് ഐക്കൺ, ഇത് എക്സ് ഐക്കണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫബറ്റിത്തെ. പിന്നെ ഇത് നമ്മുടെ കീബോർഡിത്തെ റൈറ്റ് മോസ്റ്റില് ഡിവിഷൻ ഐക്കണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സാമ്പിൾ എക്സിക്യൂഷൻ പറഞ്ഞ ടെസ്റ്റ് കേസ് 1 പറഞ്ഞാൽ എൻ്റർ ദി 2 നമ്പേഴ്സ്, 2 നമ്പർ ഞാൻ എൻ്റർ ചെയ്തു. ആദ്യക്ക് ഇതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എൻ്റർ ദി 2 നമ്പേഴ്സ്, 2 നമ്പർ ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം എൻ്റർ ദി ഓപ്പറേറ്റർ. അപ്പോൾ ക്യാരക്ടർ ഓപ്പറേറ്റർ ഏതാണോ വേണ്ടത്, ഇപ്പൊ ഞാൻ യൂസർ പ്ലസ് ഐക്കണാണ് ടൈപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടണം? റിസൾട്ട് ഈസ് 140. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 140 കിട്ടും. വേറൊരാൾ അടിച്ചത് വിചാരിക്കുക, വേറൊരു കേസിൽ എൻ്റർ ദി 2 നമ്പേഴ്സ് അടിച്ചു. ഇപ്പോൾ ഒരാൾ 50 അടിച്ചു, ഒരാൾ 20 അടിച്ചു. നമ്മൾ ഓപ്പറേറ്റർ കൊടുത്തത് സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ 15 മൈനസ് 20 ചെയ്താൽ 30 ആൻസർ കിട്ടും. അതാണ് റിസൾട്ട് ഈസ് 30 കിട്ടിയത്. വേറൊരാള് 2 നമ്പേഴ്സ് അടിച്ചപ്പോൾ 12ഉം 20ഉം കൊടുത്തു, ഓപ്പറേറ്റർ എക്സ് കൊടുത്തു. അപ്പൊ റിസൾട്ട് എന്താ കിട്ടുന്നത്? 240 കിട്ടുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 240 കിട്ടും. വേറൊരാള് 2 നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ 15 5ഉം കൊടുത്തു കഴിഞ്ഞു, ഓപ്പറേറ്റർ ഡിവിഷൻ ആണ് കൊടുത്തത്. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 10 കിട്ടും. ഇനി വേറൊരാൾ ഈ 4 ഓപ്പറേറ്റർ അല്ല, ഇത് 4 ഇല്ലാത്തൊരു ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യിക്കണം? ഇൻവാലിഡ് ഓപ്പറേറ്റർ. കണ്ട, നമ്മള് എൻ്റർ ദി ഓപ്പറേറ്റർ കൊടുത്തപ്പോൾ പ്ലസും അല്ല മൈനസും അല്ല മൾട്ടിപ്ലിക്കേഷൻ അല്ല ഡിവിഷനും അല്ല. അപ്പൊ അതല്ലാത്തൊരു ക്യാരക്ടറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വിചാരിക്കുക ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ ഇൻവാലിഡ് ഓപ്പറേറ്റർ വേണ്ടിട്ട് പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്ക് എന്താണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്? എന്തൊക്കെ വേണം? നമുക്ക് 2 ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇന്റ് num1 num2 ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് അഡീഷൻ കാണണം. ഈ 2 നമ്പറിന്റെ അഡീഷൻ കാണുന്നതുകൊണ്ട് നമുക്ക് ആഡ് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ സബ്ട്രാക്ഷൻ പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം 2 അഡീഷൻ കാണണമെങ്കിൽ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണ്ടേ. ഒരു അഡീഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? num1 പ്ലസ് num2, ഇതാണ് നമ്മൾ അഡീഷൻ ചെയ്യുക. സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ഷൻ ഈസ് ഈക്വൽ ടു num1 മൈനസ് num2. നമ്മൾ വേറൊരു ഇൻറ്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് 2 നമ്പറിന്റെ അഡീഷൻ ചെയ്തിട്ടുള്ളത് ഒരു വാല്യൂലേക്ക് സ്റ്റോർ ചെയ്യണ്ടേ. അപ്പൊ ആഡ് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ സബ് പറഞ്ഞിട്ട് സബ്ട്രാക്ഷൻ പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ MUL പറഞ്ഞിട്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ num1 ഇൻറ്റു num2 പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നെങ്കിലേ നമുക്ക് num1ഉം num2ഉം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടില്ലേ. ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരു വേരിയബിൾ വേണ്ട. അപ്പൊ മള്ള് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഡിവിഷൻ പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എത്ര വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു? num1 num2 ആഡ് സബ് മള്ള് ഡിവിഷൻ. ഡിവിഷൻ എന്തിനാ ക്രിയേറ്റ് ചെയ്തത്? ഡിവിഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആള് ഒന്നെങ്കിൽ പ്ലസ് അടിക്കാം, അല്ലെങ്കിൽ മൈനസ് അടിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഡിവിഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അടിക്കാം. പ്ലസ് അടിച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് അഡീഷൻ ആണ്. അഡീഷൻ ചെയ്തിട്ട് ആ അഡീഷൻ ചെയ്ത വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ സ്റ്റോർ ചെയ്യാനായിട്ടൊരു ആഡ് പറഞ്ഞിട്ടൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ സബ്ട്രാക്ഷൻ ആണ് ചെയ്തെങ്കിൽ സബ്ട്രാക്ഷന്റെ റിസൾട്ട് നമുക്ക് സബിലേക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് num1 ഇൻറ്റു num2 അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തിട്ടുള്ളത് ഡിവിഷനിലേക്ക് ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇത് നോക്കി നോക്കാം. ഡിവിഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ ചെയ്യുക? num1 ഡിവിഷൻ num2. നമുക്ക് ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യണം. ക്യാരക്ടർ വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്തിനാ? ക്യാരക്ടർ വാല്യൂ എന്താ? ഇൻറ്റ് ക്യാരക്ടർ. അതിന് ഓപ്പറേറ്റർ കൊടുക്കാം. ഇൻറ്റല്ല, ക്യാരക്ടർ വാല്യൂ ആണ് റീഡ് ചെയ്യേണ്ടത്. ക്യാരക്ടർ ഓപ്പറേറ്റർ വന്നിട്ട് റീഡ് ചെയ്യുക. കാരണം ഓപ്പറേറ്റർ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്യണം. നമുക്ക് സ്കാനഫ് യൂസ് ചെയ്തിട്ടാണ് ഇത് റീഡ് ചെയ്യേണ്ടത്. സ്കാനഫ് യൂസ് ചെയ്തിട്ട് 2 ഇൻറ്റിജർ വാല്യൂസ് റീഡ് ചെയ്യണം. ഏതൊക്കെ? num1 വാല്യൂ num2 വാല്യൂ റീഡ് ചെയ്യണം. അതിനുശേഷം വീണ്ടും സ്കാനഫ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യണം. അതേതാ? അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഡിവിഷൻ ആണെന്ന്. ഇത് ഒന്നല്ലെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ളത് സ്വിച്ച് കേസിൽ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ലോജിക്ക് നോക്കുക. ലോജിക്ക് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് പ്ലസ് ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്തിരിക്കുക. അപ്പൊ പ്ലസ് ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്തെങ്കിൽ സ്വിച്ചിന്റെ അകത്ത്
എങ്ങനെ വരിക, സ്വിച്ച് ഓഫ് പ്ലസ് എന്നാ വരിക. ഇതിന്റെ അകത്ത് നമ്മൾ കേസ് പ്ലസ് ക്യാരക്ടർ ആയിട്ട് സാമ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷൻ ചെയ്യണം. അതായത് ആഡ് ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. അതിനുശേഷം നമ്മൾ പ്രിന്റ് എഫിൽ എന്ത് പ്രിന്റ് ചെയ്യിക്കണം, റിസൾട്ട് പ്രിന്റ് ചെയ്യണം. എന്താണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത്, എങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടത്, ദി റിസൾട്ട് ഈസ് 140. അപ്പൊ നമ്മൾ അതേപോലെ ഇവിടെ കൊടുക്കുക, എവിടെ പ്രിന്റ് എഫിൽ ദി റിസൾട്ട് ഈസ് 1 പ്രിന്റ് ചെയ്യിക്കുക. ദി റിസൾട്ട് ഈസ് %d, ആ %d യുടെ അവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയ ആഡ് പ്രിന്റ് ചെയ്യിക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ബ്രേക്ക് കൊടുക്കുക. ഇനി കേസ് പ്ലസിന് പകരം കേസ് മൈനസ് ആണെങ്കിൽ നമ്മൾ അഡീഷന് പകരം സബ്ട്രാക്ഷൻ ചെയ്യുക, num1 മൈനസ് num2 ചെയ്യുക. അതിനുശേഷം പ്രിന്റ് എഫിൽ നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യുക, പിന്നെ വീണ്ടും ബ്രേക്ക്. അങ്ങനെ കേസ് മൈനസ്, അതേപോലെ ഇനി കേസ് മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ കേസ് ഡിവിഷൻ കൊടുക്കുക, പിന്നെ ഏറ്റവും അവസാനം ഡീഫോൾട്ട് കേസും കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ബേസിക് ഐഡിയ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 4 വേരിയബിളിന് പകരം ഒറ്റ സിംഗിൾ വേരിയബിൾ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ഈ 4 വേരിയബിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. എന്നിട്ട് ഒറ്റ സിംഗിൾ വേരിയബിളിൽ ചെയ്യണം എങ്ങനെ നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ. നമുക്ക് പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ നോക്കി. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആദ്യം ഞാൻ കുറച്ച് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഇന്റ് num1, num2, ആഡ്, സബ്, മള്ള്, ഡിവിഷൻ. അതെന്തിനാ, 2 വേരിയബിൾസ്, 2 ഇന്റിജർ വാല്യൂസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും അഡീഷൻ ചെയ്യാനാണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും 2 വാല്യൂസ് വേണ്ടേ. അതിനാണ് num1 num2. അഡീഷൻ ചെയ്തതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ആഡ്, സബ്ട്രാക്ഷൻ ചെയ്തതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ സബ്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ മള്ള്, ഡിവിഷന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഡിവ്. കൊണ്ട് 4 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അഡീഷൻ ആണോ ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ആണോ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ ഓപ്പറേറ്റർ വാല്യൂസ് കിട്ടണം. അതിനാണ് ക്യാരക്ടർ ഓപ്പറേറ്റർ കൊണ്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. ഇതിനാണ് നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ ഏത് എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇതിലാണ്. ഇത് നമ്മൾ പ്രിന്റ് എഫ് എന്റർ ദി 2 നമ്പേഴ്സ്. അതിനുശേഷം സ്കാൻ എഫിൽ %d ആംപർസൻഡ് num1 ആംപർസൻഡ് num2 2 വേരിയബിൾ നമ്മൾ സ്കാൻ ചെയ്തു. ഇനി അടുത്തത് എന്റർ ദി ഓപ്പറേറ്റർ. അതിനുശേഷം ഓപ്പറേറ്റർ റീഡ് ചെയ്യാം. ഓപ്പറേറ്റർ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ %c മുന്നേ ഒന്നെങ്കിൽ സ്പേസ് കൊടുക്കുക, കാരണം ഇൻപുട്ട് ബഫറിലെ അവസാനം നമ്മൾ എന്റർ ചെയ്ത കീ വരില്ലേ, എന്റർ കീ, അതായിരിക്കും നമുക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്തു gcc program.c. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ 2 വാല്യൂ ടൈപ്പ് ചെയ്തിരിക്കുക, 25, 50. ഇനി എന്റർ കീ അടിക്കില്ല, ഈ എന്റർ കീ തന്നെ ഒരു ക്യാരക്ടർ വാല്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടില്ല. ഞാൻ എന്റർ കീ ടൈപ്പ് ചെയ്യട്ടോ. എന്റർ കീ ടൈപ്പ് ചെയ്തപ്പോൾ എന്റർ ദി 2 നമ്പേഴ്സ് 25, 50. എന്റർ ദി ഓപ്പറേറ്റർ വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തത് എന്റർ കീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ എന്റർ കീ എല്ലാം എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ %c തൊട്ട് മുന്നേ ഒരു സ്പേസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഗെറ്റ് ക്യാരക്ടർ കൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ക്യാരക്ടർ കൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് ഞാൻ കമ്പൈൽ ചെയ്യാണ്, gcc program.c. ജസ്റ്റ് റൺ ചെയ്തു. എന്റർ ദി 2 നമ്പേഴ്സ് 45, 50. എന്റർ ദി ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിന്റെ അവിടെ ഞാൻ പ്ലസ് ടൈപ്പ് ചെയ്യാം, കണ്ടാ. അപ്പൊ എനിക്ക് പ്ലസ് ടൈപ്പ് ചെയ്യാൻ പറ്റി. നേരത്തെ പ്ലസ് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നെങ്കിൽ ഗെറ്റ് ക്യാരക്ടർ കൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഞാൻ കമന്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ആ ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ സ്കാൻ ചെയ്യുമ്പോൾ %c തൊട്ട് മുന്നേ ഒരു സ്പേസ് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ലോജിക്ക് നോക്കാം. ലോജിക്ക് എന്തിട്ടാണ്, ലോജിക്ക് പറഞ്ഞാൽ സ്വിച്ചിന്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്വിച്ചിന്റെ അകത്ത് ഏത് ഓപ്പറേറ്റർ ആണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. സ്വിച്ചിന്റെ അകത്ത് ഓപ്പറേറ്റർ, സ്വിച്ചിന്റെ അകത്ത് ആദ്യം നമുക്ക് ഒരാൾ ടൈപ്പ് ചെയ്ത് ഓപ്പറേറ്റർ അഡീഷൻ ആണ് വിചാരിക്കുക, അതായത് പ്ലസ് ഓപ്പറേറ്റർ ആണ് കൊടുത്ത് വിചാരിക്കുക. അപ്പൊ നമ്മുടെ അകത്ത് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, കേസ് പ്ലസ്, അതായത് പ്ലസ് ആയിട്ട് ഉള്ള ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലസിന്റെ കേസ് കൊടുക്കുക. ആദ്യം പ്ലസിന്റെ കേസ് കൊടുക്കണമെങ്കിൽ സിംഗിൾ കോട്ടില് പ്ലസ് കൊടുക്കുക, കാരണം പ്ലസ് ഒരു ക്യാരക്ടർ ആണ്. അല്ലെങ്കിൽ പ്ലസിന്റെ ആസ്കി വാല്യൂ ടൈപ്പ് ചെയ്യുക. ആസ്കി വാല്യൂ പ്ലസിന്റെ മൈനസിനും നമുക്ക് കാണപ്പെടാൻ അറിഞ്ഞിരിക്കുന്ന എളുപ്പമല്ല, അതുകൊണ്ട് ക്യാരക്ടർ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് കോളം കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തോടെ കോഡ് എഴുതുന്നത്, പ്രിന്റ് എഫ് അല്ല, ആദ്യം നമ്മൾ പ്ലസ് അല്ല കൊടുത്തുള്ളത്. അപ്പൊ നമുക്ക് ഈ num1 num2 ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആഡ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ ആഡ് ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ പ്രിന്റ് എഫിൽ എന്ത് പ്രിന്റ് ചെയ്യുക, പ്രിന്റ് എഫ് ദി റിസൾട്ട് ഈസ്, നമുക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, ദി റിസൾട്ട് ഈസ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. റിസൾട്ട് ഈസ് പറഞ്ഞിട്ടുള്ളത് കോപ്പി ചെയ്യുക. അതിനുശേഷം %d കൊടുക്കുക, നമുക്ക് വാല്യൂ പ്രിന്റ് ചെയ്യണ്ടേ. ആ വാല്യൂന്റെ അവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, ആഡിലാണ് നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്.
അപ്പൊ ആഡ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് സെമിക്കോളം കൊടുക്കുക. ന്യൂ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ലാഷനും കൂടി കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ബ്രേക്ക് കൊടുക്കുക. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഫോൾ ത്രൂ കണ്ടീഷൻ സംഭവിക്കും. അപ്പൊ ബ്രേക്ക് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യണം. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. അതിനുശേഷം 3 പാസ്റ്റ് ചെയ്യണം. 3 തവണ. 1 2 3. എന്തിനാ? ഒന്ന് സബ്ട്രാക്ഷന്, ഒന്ന് ഞങ്ങൾക്ക് ഈ ഒരു കേസിന്റെ ഞാൻ 3 കോപ്പി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് സബ്ട്രാക്ഷന്, ഒന്ന് അഡീഷന്, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ. സബ്ട്രാക്ഷൻ ആകുമ്പോൾ പ്ലസിന് പകരം മൈനസ് ആവും. ഈ ആഡിന് പകരം നമ്മൾ ഏത് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യുന്നത്? സബ് പറഞ്ഞിട്ടുള്ള വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ പ്രിന്റ് എഫിൽ നമ്മൾ ഇവിടെ ആഡിന്റെ അവിടെ സബ് ആക്കുക. പ്രിന്റ് ചെയ്യുമ്പോൾ സബിലെ അല്ല സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ സബ് പ്രിന്റ് ചെയ്യിക്കുക. ഇവിടെ പ്ലസിന് പകരം എന്തിട്ടാണ്? മൾട്ടിപ്ലിക്കേഷന് സ്മോൾ ലെറ്റർ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആഡിന് പകരം നമ്മൾ മള്ള് പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സബ്ട്രാക്ഷൻ ഉണ്ടാകും. അപ്പൊ ഇവിടെ പ്ലസ് അല്ല ചെയ്യേണ്ടത്. പ്ലസിന് പകരം നമ്മൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ മൈനസ് അയക്കണം. മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന അയക്കാൻ റൈറ്റ് മോസ്റ്റ്ലി സ്റ്റാർ പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ട്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന കീ. ഈ കാൽക്കുലേറ്ററിന്റെ ഏരിയ ഇല്ലേ, അവിടുത്തെ കീസ് തന്നെ അതേപോലെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർ ഐക്കൺ യൂസ് ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പ്ലസ് ഐക്കൺ യൂസ് ചെയ്ത അഡീഷൻ, മൈനസ് ഐക്കൺ യൂസ് ചെയ്ത സബ്ട്രാക്ഷൻ. ഇനി ഇവിടെ ആഡിന് പകരം ഞാൻ മള്ളാക്കുകയാണ്. MUL മള്ള എന്ന വേരിയബിൾ അല്ല ക്രിയേറ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി പ്ലസിന് പകരം ഡിവിഷൻ ഓപ്പറേറ്റർ ചെയ്തു. ആ വേരിയബിൾ ഏതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? ഡിവിഷൻ പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. നമ്മൾ റിസൾട്ട് ഈസ് ഡിവിഷൻ എന്ന വേരിയബിളിലേക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. കേസ് ഇനി അടുത്ത് ലാസ്റ്റ് ഡീഫോൾട്ട് കേസ്. ഒരാൾ പ്ലസും അല്ല മൈനസും അല്ല മൾട്ടിപ്ലിക്കേഷനും അല്ല ഡിവിഷനും അല്ല വേറൊരു ഓപ്പറേറ്റർ ആണ് കൊടുത്തെങ്കിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ളത് പ്രിന്റ് ചെയ്യണം. അതിനായിട്ട് DEFAULT അവിടെ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? ഇൻവാലിഡ് ഓപ്പറേറ്റർ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ പ്രിന്റ് എഫ് യൂസ് ചെയ്യാം. പ്രിന്റ് എഫില് ഇൻവാലിഡ് ഓപ്പറേറ്റർ ജസ്റ്റ് പ്രിന്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യണം. ഇൻവാലിഡ് ഓപ്പറേറ്റർ ജസ്റ്റ് കോപ്പി ചെയ്യുക, പാസ്റ്റ് ചെയ്യുക, സ്ലാഷൻ. ലാസ്റ്റത്തെ ഡീഫോൾട്ടിന്റെ അവിടെ നമുക്ക് ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഫോൾ ത്രൂ കണ്ടീഷൻ സംഭവിക്കാൻ ഇതിന്റെ അകത്ത് വേറെ കേസ് ലെവൽസ് ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ബ്രേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ ഈ ഏരിയ ക്ലിയർ ചെയ്തു, ശേഷം കമ്പൈൽ ചെയ്തു. GCC program.c. നമുക്ക് എറർ കിട്ടിയിട്ടുണ്ട്. എറർ എവിടെ കിട്ടിയുള്ളത്? സെമികോളൻ 32 9th 21th ലൈനില് ഇവിടെ ഈ ബ്രാക്കറ്റ് പോയി. അതുകൊണ്ടാണ് എറർ ഉണ്ടായത്. ഇനി വേറെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വീണ്ടും ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് വീണ്ടും കമ്പൈൽ ചെയ്തു. അപ്പൊ നമുക്ക് എറർ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 നമ്പേഴ്സ് ഞാൻ 45 ടൈപ്പ് ചെയ്തു. അതിനുശേഷം 20 ടൈപ്പ് ചെയ്തു. ഇനി എൻ്റെ ഓപ്പറേറ്റർ ഞാൻ പ്ലസ് കൊടുത്തപ്പോൾ എത്ര കിട്ടി? റിസൾട്ട് ഈസ് 65. 45ന്റെയും 20യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 65 കിട്ടി. ഞാൻ വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞു. 80 ടൈപ്പ് ചെയ്തു, 25 ടൈപ്പ് ചെയ്തു, സബ്ട്രാക്ഷൻ ടൈപ്പ് ചെയ്തു ഓപ്പറേറ്റർ. 80 മൈനസ് 25 ചെയ്താൽ 55 കിട്ടും. ഇവിടെ എന്താ നടക്കുന്നത്? ഞാൻ 80 ടൈപ്പ് ചെയ്തു. അതായത് എൻ്റെ 2 നമ്പേഴ്സിന്റെ അവിടെ ഞാൻ 80 എത്ര 25 അല്ലേ ടൈപ്പ് ചെയ്തു. എൻ്റെ ക്യാരക്ടറിന്റെ അവിടെ എന്താ ഞാൻ ടൈപ്പ് ചെയ്തത്? എൻ്റെ ക്യാരക്ടറിന്റെ അവിടെ സബ്ട്രാക്ഷൻ ടൈപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഈ ഓപ്പറേറ്ററിന്റെ അവിടെ സബ്ട്രാക്ഷൻ ആണ് സ്റ്റോർ ചെയ്തത്. അപ്പൊ സ്വിച്ചിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുന്നത്? സ്വിച്ചിന്റെ അകത്ത് സ്വിച്ച് ഓഫ് സബ്ട്രാക്ഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് സ്വിച്ച് ഓഫ് സബ്ട്രാക്ഷന്റെ കീ ഇതാണ് സ്വിച്ചിന്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ ആസ്കി വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വിച്ചിന്റെ അകത്ത് നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് ലേബൽ ഇതാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് ലേബലിന്റെ അവിടുത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിന്റെ അവിടെയുള്ള കോഡ്. അപ്പൊ സബ് എന്ന വേരിയബിളിലേക്ക് num1 മൈനസ് num2 എന്നിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യും. അതിനുശേഷം റിസൾട്ട് ഈസ് സബ് കൊണ്ടുള്ള വേരിയബിളിലുള്ള റിസൾട്ട് പ്രിന്റ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇതേ പ്രോഗ്രാമിനെ വീണ്ടും റൺ ചെയ്തു. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് എൻ്റെ 2 നമ്പേഴ്സ് ഞാൻ 25 കൊടുത്തു, 8 കൊടുത്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്മോൾ ലെറ്റർ എക്സ് കൊടുത്തു ഓപ്പറേറ്റർ. കണ്ട റിസൾട്ട് ഈസ് 200. 25 × 8 200. പിന്നെ വീണ്ടും റൺ ചെയ്തു. 48 കൊടുത്തു എൻ്റെ ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ 12 കൊടുത്തു. അപ്പൊ കണ്ട എൻ്റെ ഓപ്പറേറ്ററിന്റെ അവിടെ ഡിവിഷൻ കൊടുത്തു. അപ്പൊ റിസൾട്ട് എത്ര കിട്ടി? 48 ഡിവൈഡഡ് ബൈ 12. ഇവിടെ നമ്മൾ മാറ്റാൻ മറന്നു. ഈ പ്ലസ് മാറ്റാൻ മറന്നുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് വരേണ്ടത്. അവിടെ പ്ലസിന്റെ അവിടെ ഞാൻ ഡിവിഷൻ ആക്കണം. അത് ഞാൻ മറന്നു, സോറി. അപ്പൊ അവിടെ ഡിവിഷൻ ആക്കുക. എന്നിട്ട് ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് വീണ്ടും കമ്പൈൽ ചെയ്യുക, ജസ്റ്റ്
റൺ ചെയ്യുക. റൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് 2 നമ്പേഴ്സ് മുന്നേ തന്നെ കൊടുക്കാം. 48 12 ഡിവിഷൻ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. റിസൾട്ട് ഈസ് 4. നമ്മൾ ശ്രദ്ധിക്കുക, കോപ്പി പേസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ പ്ലസ് മാറ്റണം. പ്ലസ് ഇവിടെ മൈനസ് ആയി, ഇവിടെ സ്റ്റാർ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഓപ്പറേറ്റർ, പിന്നെ ഡിവിഷൻ ഓപ്പറേറ്റർ. ഇതേ പ്രോഗ്രാമിൽ തന്നെ ഇതിലില്ലാത്തൊരു ഓപ്പറേറ്റർ കൊടുത്തിരിക്കുക. ഞാൻ 45 5 ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഞാൻ പെർസെന്റേജ് സിമ്പിൾ കൊടുത്തിരിക്കുക. അപ്പൊ ഇൻവാലിഡ് ഓപ്പറേറ്റർ എന്ന് കിട്ടും. കണ്ട, അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള അതിലത്തെ ഇത് പ്രിന്റ് ചെയ്തു, ഇൻവാലിഡ് ഓപ്പറേറ്റർ. ഇനി ഇവിടെ ഞാൻ 4 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ 4 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നവരെ വരെ ഒറ്റ വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആഡിന് പകരം ജസ്റ്റ് റിസൾട്ട്, ആ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുക, അതന്നെ ഇവിടെ യൂസ് ചെയ്യുക റിസൾട്ട്. അതേപോലെ ഇവിടെയും റിസൾട്ട് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ആദ്യം 4 വേരിയബിൾ കുറച്ചുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, അതിലേക്ക് ഒറ്റ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ മള്ളിന് പകരം റിസൾട്ട്, കാരണം റിസൾട്ടല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എല്ലായിടത്തും റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക. എറ്റ് ടൈം നമ്മൾ എല്ലാ കേസും കൂടി യൂസ് ചെയ്യില്ല. അഡീഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോഡ് റൺ ചെയ്യും, സബ്ട്രാക്ഷൻ വന്നാൽ ഈ ഒരു കോഡ് റൺ ചെയ്യും. അപ്പൊ നമുക്ക് ഒറ്റ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി ഇവിടെ വീണ്ടും റിസൾട്ട് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും റിസൾട്ട് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യണം. GCC program.c, എറർ ഒന്നുമില്ല. ജസ്റ്റ് റൺ ചെയ്തു. 2 നമ്പേഴ്സ് 45 5 ടൈപ്പ് ചെയ്തു, അതിക്ക് പ്ലസ് കൊടുത്തു, കണ്ട 50 കിട്ടി. വീണ്ടും റൺ ചെയ്തു. 45 25 ടൈപ്പ് ചെയ്തു, സബ്ട്രാക്ഷൻ കൊടുത്തു, 20 കിട്ടി. വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞു. 45 2 ടൈപ്പ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു, 45 into 2 90. ഇനി വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞു. 88 11 ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞു. 45 2 ഇനി ഞാൻ പെർസെന്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ഓപ്പറേറ്റർ എന്ന് കിട്ടും. നമുക്ക് ഒറ്റ വേരിയബിളും കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. റിസൾട്ട് കൊണ്ട് ഒറ്റ വേരിയബിൾ ആയാലും നമുക്ക് ഇതേ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇതേ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക.